ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. സമഗ്രവും സുസ്ഥിരവുമായ വളർച്ചയിൽ അംഗരാജ്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ദക്ഷിണാഫ്രിക്കയിൽ നടക്കുന്ന G20 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്കുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടന്നു. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള സമയപരിധി മറ്റന്നാൾ അവസാനിക്കും. വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള എന്യൂമറേഷൻ ഫോം വിതരണം സംസ്ഥാനത്ത് 99% പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. ശബരിമലയിൽ തിരക്ക് വർദ്ധിക്കുന്നതനുസരിച്ച് സ്പോട്ട് ബുക്കിംഗിന്റെ എണ്ണം വർദ്ധിപ്പിക്കാനും തീർത്ഥാടകർക്ക് കൂടുതൽ സൌകര്യം ലഭ്യമാക്കാനും ഉന്നതതല യോഗത്തിൽ തീരുമാനം. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ ഇന്നും നാളെയും മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. ദക്ഷിണാഫ്രിക്കയിലെ ജോഹനാസ്ബർഗിൽ നടന്ന G20 ഉച്ചകോടിയുടെ ആദ്യ സെഷനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു. സമഗ്രവും സുസ്ഥിരവുമായ വളർച്ചയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ആരോഗ്യ അടിയന്തരാവസ്ഥകളിലും പ്രകൃതി ദുരന്തങ്ങളിലും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ലോകം ശക്തമാകുമെന്ന് ഊന്നി പറഞ്ഞുകൊണ്ട് ഒരു G20 ഗ്ലോബൽ ഹെൽത്ത് കെയർ റെസ്പോൺസ് ടീം രൂപീകരിക്കാൻ പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി എന്യൂമറേഷൻ ഫോം വിതരണം അവസാന ഘട്ടത്തിലേക്ക് കടന്നതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. 99% ഫോമുകളുടെ വിതരണം പൂർത്തിയാക്കി. ശേഷിക്കുന്ന ഫോമുകളുടെ വിതരണം നാളെയോടെ പൂർത്തിയാക്കുമെന്നും പൂരിപ്പിച്ച ഫോമുകളിൽ 26,46,414 ഫോമുകൾ അപ്ലോഡ് ചെയ്തതായും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്യൂമറേഷൻ ഫോംസ് 99.5% നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ബാക്കിയുള്ള അർബൻ ഏരിയാസിലാണ് ഇലക്ഷൻ കമ്മീഷനുടെ ഒരു മാൻഡേറ്റ് അനുസരിച്ചിട്ട് കൃത്യമായിട്ട് എന്യൂമറേഷൻ ഫേസ് പൂർത്തിയാക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് നമുക്ക് വിശ്വാസമുള്ളത്. പിന്നെ 7-ാം തീയതി ഫെബ്രുവരിയാണ് ഫൈനൽ ലിസ്റ്റ് പബ്ലിഷ് ആവുന്നത്. അത് SIRയുടെ റോളാണ്. ലാസ്റ്റ് ഡേ ഓഫ് നോമിനേഷൻ വരെ പേര് കൂട്ടിച്ചേർക്കാം. വയനാട് ജില്ലയിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് എന്യൂമറേഷൻ ഫോമുകൾ പൂരിപ്പിക്കാൻ സഹായിക്കുന്നതിന് ജില്ലയിലെ എല്ലാ വില്ലേജുകളിലും രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ ഫെസിലിറ്റേഷൻ സെന്ററുകൾ പ്രവർത്തിക്കുമെന്ന് ജില്ലാ കളക്ടർ DR മേഘശ്രീ അറിയിച്ചു. സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനു വേണ്ടി സമർപ്പിച്ചിട്ടുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടന്നു. ബന്ധപ്പെട്ട വരണാധികാരികളാണ് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടത്തിയത്. അതേസമയം സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതിനുള്ള നോട്ടീസ് മറ്റന്നാൾ ഉച്ചകഴിഞ്ഞ് 3 മണിവരെ വരണാധികാരിക്ക് നൽകാം. സ്ഥാനാർത്ഥിക്കോ നാമനിർദ്ദേശകനോ സ്ഥാനാർത്ഥി അധികാരപ്പെടുത്തിയ തെരഞ്ഞെടുപ്പ് ഏജന്റിനോ ഫോറം 5-ൽ തയ്യാറാക്കിയ നോട്ടീസ് നൽകാം. പൊതു തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സ്ഥാപിച്ചിട്ടുള്ള അനധികൃത ബാനറുകൾ, ബോർഡുകൾ, കൊടികൾ, തോരണങ്ങൾ എന്നിവയുടെ പരിശോധന ഊർജിതമാക്കാനും ശക്തമായ നടപടി സ്വീകരിക്കാനും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. എല്ലാ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്കും ആവശ്യമായ നിർദ്ദേശം നൽകാനും ജില്ലാ കളക്ടർമാരോട് കമ്മീഷൻ ആവശ്യപ്പെട്ടു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം കണ്ണൂരിൽ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ ജില്ലാ കളക്ടർ അരുൺ കെ വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്നു. തെരഞ്ഞെടുപ്പ് പ്രക്രിയ വിജയകരമായി പൂർത്തിയാക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സഹകരിക്കണമെന്ന് കളക്ടർ അഭ്യർത്ഥിച്ചു. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന തൊഴിൽ കോഡ് പരിഷ്കരണങ്ങൾ സംസ്ഥാന സർക്കാർ സൂക്ഷ്മമായി വിലയിരുത്തുകയാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര കോഡുകൾക്ക് അനുസൃതമായി സംസ്ഥാന ചട്ടങ്ങൾ രൂപീകരിക്കുന്ന കാര്യം സംസ്ഥാനത്തെ എല്ലാ പ്രമുഖ ട്രേഡ് യൂണിയനുകൾ, വ്യവസായ മേഖലാ പ്രതിനിധികൾ എന്നിവരുമായി ചർച്ച ചെയ്യുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ശബരിമല സ്വർണ്ണപ്പാളി കേസ് അന്വേഷണത്തിൽ കേന്ദ്ര ഏജൻസിയുടെ ഇടപെടലിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. കേസിൽ FIR രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ നിയമപരമായ നീക്കത്തിലൂടെ കേന്ദ്ര ഏജൻസിക്ക് അന്വേഷണം ഏറ്റെടുക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്.
ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും 13 കേന്ദ്രങ്ങളിൽ കോപ്പി എഡിറ്റർ തസ്തികയിലേക്ക് കരാർ നിയമനത്തിന് പ്രസാർ ഭാരതി അപേക്ഷ ക്ഷണിച്ചു. തിരുവനന്തപുരം ആകാശവാണിയിൽ 1 ഒഴിവും ദൂരദർശനിൽ 2 ഒഴിവുമാണ് ഉള്ളത്. കൂടുതൽ വിവരങ്ങൾ പ്രസാർ ഭാരതിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാണ്. ശബരിമല തീർത്ഥാടനം കുറ്റമറ്റതാക്കുവാൻ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവന്റെ നേതൃത്വത്തിൽ പമ്പ ശ്രീരാമ സാകേതം ഹാളിൽ ഉന്നതതല യോഗം ചേർന്നു. നിലവിൽ സ്ഥിതി നിയന്ത്രണ വിധേയമായതിനാൽ തിരക്ക് അനുസരിച്ച് സ്പോട്ട് ബുക്കിംഗിന്റെ എണ്ണം വർദ്ധിപ്പിക്കാമെന്നും 18ാം പടിയിൽ 1 മിനിറ്റിൽ കയറുന്ന ആളുകളുടെ എണ്ണം 85 ആക്കി ഉയർത്താനും യോഗം തീരുമാനിച്ചു. ശുചീകരണ പ്രവർത്തനങ്ങൾ പ്രത്യേകമായി എല്ലാ ദിവസവും വിലയിരുത്തണം. മരാമത്ത് ജോലികൾ വേഗത്തിലാക്കാനും തീരുമാനമായി. മുൻ വർഷങ്ങളിലേതുപോലെ ശബരിമലയിൽ സുരക്ഷ ഒരുക്കി റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ്. ഡെപ്യൂട്ടി കമാൻഡർ ബിജുറാമിന്റെ നേതൃത്വത്തിൽ 140 പേരടങ്ങുന്ന സംഘം ഇന്ന് സന്നിധാനത്ത് ചുമതലയേറ്റു. സന്നിധാനത്തും മരക്കൂട്ടത്തുമാണ് നിലവിൽ ഇവരുടെ സേവനം. തെക്ക് കിഴക്കൻ അറബിക്കടലിന് മുകളിൽ ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നു. ഇതിന്റെ ഫലമായി സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ ഇന്നും നാളെയും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ കനത്ത മഴയെ തുടർന്ന് ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ പേപ്പാറ, അരുവിക്കര, നെയ്യാർ ഡാമുകളിലെ ഷട്ടറുകൾ ഉയർത്തി. സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. അതേസമയം ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ ഭാഗമായ കായംകുളം ജലോത്സവത്തിലും കൈനകരി വില്ലേജ് ബോട്ട് ക്ലബ്ബ് തുടങ്ങിയ വിയപുരം ചുണ്ടൻ ജേതാവായി. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ. കായംകുളം ജലോത്സവത്തിൽ പങ്കെടുത്ത 9 ജലരാജാക്കന്മാർ പ്രാഥമിക തലം മുതൽ കടുത്ത പോരാട്ടം കാഴ്ചവെച്ചപ്പോൾ വള്ളംകളി പ്രേമികൾ ആവേശത്താൽ ആർപ്പുവിളികൾ മുഴക്കി. ഫൈനലിൽ ഇമ്മാനുവൽ ബോട്ട് ക്ലബ് തുടങ്ങിയ നടുവിലെ പറമ്പിനെ 2 തുഴപ്പാടുകൾക്ക് പിന്നിലാക്കിയാണ് കൈനഗിരി വില്ലേജ് ബോട്ട് ക്ലബിന്റെ വിയപുരം ചുണ്ടൻ ജേതാവായത്. നിരണം ബോട്ട് ക്ലബിന്റെ നിരണം ചുണ്ടന് 3ാം സ്ഥാനവും ലഭിച്ചു. ചാമ്പ്യൻസ് ബോട്ട് ക്ലബിന്റെ 5ാം സീസണായ ഇക്കൊല്ലം നടന്ന 8 ജലോത്സവങ്ങളിലും ജേതാവായ വിയപുരം ചുണ്ടൻ കിരീടം ഉറപ്പാക്കിയ നിലയിലാണ്. ഇനി കൊല്ലത്തും കല്ലടയിലും ജലോത്സവം നടക്കുന്നത്. ഇന്ത്യക്കെതിരായ 2ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് ഭേദപ്പെട്ട തുടക്കം. 1ാം ദിനം കളി അവസാനിക്കുമ്പോൾ 6 വിക്കറ്റിന് 247 എന്ന നിലയിലാണ് സന്ദർശകർ. ഗുവാഹത്തിയിൽ നടക്കുന്ന മത്സരത്തിൽ ടോസ് നേടിയ ദക്ഷിണാഫ്രിക്ക ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇന്ത്യയ്ക്കായി കുൽദീപ് യാദവ് 3 വിക്കറ്റ് വീഴ്ത്തി. 2 മത്സരങ്ങളുടെ പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ 30 റണ്ണിന് പരാജയപ്പെട്ടിരുന്നു. താമരശ്ശേരി രൂപതയുടെ കുടിയേറ്റ ശതാബ്ദി ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഇടവിള കൃഷി, കുടിൽ വ്യവസായങ്ങൾ, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ രംഗങ്ങളിൽ കുടിയേറ്റ കർഷകരുടെ സംഭാവനകൾ വലുതാണെന്ന് മന്ത്രി പറഞ്ഞു. 56ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ഭാഗമായി സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷന്റെ ആഭിമുഖ്യത്തിൽ 16 ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നാടോടി കലാപ്രകടനങ്ങൾ വേദിയിൽ അവതരിപ്പിച്ചു. നാടോടി കലാകാരന്മാർ അവതരിപ്പിക്കുന്ന പരമ്പരാഗത നൃത്തങ്ങളും സാംസ്കാരിക പ്രകടനങ്ങളും സന്ദർശകർക്ക് രാജ്യത്തിന്റെ സമ്പന്നവും വൈവിധ്യപൂർണവുമായ പൈതൃകം ദൃശ്യമാക്കുന്നു. ഇടുക്കി തൊടുപുഴ നിയോജകമണ്ഡലത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകുന്നതിനായി ബൈക്ക് റാലി സംഘടിപ്പിച്ചു. തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷന് സമീപത്ത് നിന്ന് ആരംഭിച്ച റാലി ഇടുക്കി സബ് കളക്ടർ അനൂപ് ഗാർഗ് ഫ്ളാഗ് ഓഫ് ചെയ്തു. സംസ്ഥാനത്തെ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ SIR പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള ഫോം വിതരണം ആദ്യമായി പൂർത്തിയാക്കിയത് തൊടുപുഴ മണ്ഡലത്തിലാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിൽ 22 ഹരിതകർമ്മ സേനാംഗങ്ങൾ സ്ഥാനാർത്ഥികൾ. കഴിഞ്ഞ തവണത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ 6 പേരായിരുന്നു മത്സരിച്ചത്. ഇതിൽ 4 പേർ ജയിക്കുകയും ചെയ്തിരുന്നു. ജില്ലയിൽ 2780 സേനാംഗങ്ങളാണ് നിലവിലുള്ളത്. പ്രധാന വാർത്തകൾ വീണ്ടും. സമഗ്രവും സുസ്ഥിരവുമായ വളർച്ചയിൽ അംഗരാജ്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ദക്ഷിണാഫ്രിക്കയിൽ നടക്കുന്ന G20 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്കുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടന്നു. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള സമയപരിധി മറ്റന്നാൾ അവസാനിക്കും. വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള എന്യൂമറേഷൻ ഫോം വിതരണം സംസ്ഥാനത്ത് 99% പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. ശബരിമലയിൽ തിരക്ക് വർദ്ധിക്കുന്നതനുസരിച്ച് സ്പോട്ട് ബുക്കിംഗിന്റെ എണ്ണം വർദ്ധിപ്പിക്കാനും തീർത്ഥാടകർക്ക് കൂടുതൽ സൌകര്യം ലഭ്യമാക്കാനും ഉന്നതതല യോഗത്തിൽ തീരുമാനം.
സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ ഇന്നും നാളെയും മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.